എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച വിശ്വാസികളെ പോലീസ് തടഞ്ഞു. പോലീസുമായുള്ള വാക്കേറ്റം അവിടെ തുടരുകയാണ്. വികാരാധീനല്ല. നിങ്ങൾ സകല പോഷമായിട്ട് വന്ന് നിൽക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ഇവിടെ വന്ന് ചെന്തോ അഭ്യാസങ്ങളെ കാട്ടിക്കൂട്ടി നിങ്ങൾ ഒന്നും മിനിറ്റ് എതിരാണ് സർക്കാർ മൊബൈൽ മേടിച്ച് വെച്ചില്ലായിരുന്നു. ബസിലിക്കയുടെ മുന്നിൽ നിന്നും പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലാണ് വിമത വിഭാഗം. കുർബാന തർക്കത്തിൽ സിറോ മലബാർ സഭാ നടപടിക്കെതിരെ 21 വൈദികരാണ് സമരം ചെയ്തത്. ഇവരെ ഇന്ന് പുലർച്ചെ ബലമായി നീക്കം ചെയ്യാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. അതിരൂപത ആസ്ഥാനത്ത് കയറി പോലീസ് ഇവരെ ബലമായി നീക്കം ചെയ്യുകയായിരുന്നു. ഈ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വൈദികരെ വലിച്ചിഴച്ചതിനെതിരെ DGPക്കും കമ്മീഷണർക്കും പരാതി നൽകും. ഞങ്ങൾ ഓൾറെഡി DGPക്കും പോലീസ് കമ്മീഷണർക്കും ഈ അച്ഛന്മാരുടെ പരാതി ഇപ്പോൾ തന്നെ പോകും. കാരണം പോലീസിന്റെ ഹരാസ്മെന്റ് ഇവിടെയുണ്ട്. സർക്കാരിന്റെ കളിയാണോ മെത്രാന്മാരുടെ കളിയാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ACP കൃത്യമായിട്ട് പറഞ്ഞു ഈ സർക്കാർ എറണാകുളം അതിരൂപതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് ഇവിടെ കേട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ പക്ഷത്ത് അല്ലെങ്കിൽ ഓക്കെ ഈ സർക്കാരിന്റെ പക്ഷത്ത് ഞങ്ങളും അല്ല. ഓക്കെ, അപ്പൊ അതാണ് ബാക്കി കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എൻ്റെ പേര് ജെറി പോൾ ഞാളിയത്തുനിന്നാണ്. എൻ്റെ പെർമനന്റ് അഡ്രസ്സ് ആർച്ച് ബിഷപ്സ് ഹൗസ് PB നമ്പർ 2550 ബ്രോഡ്വേ ഷൺമുഖം റോഡ് എറണാകുളം കേരള. അതാണ് ഈ പറയുന്ന ഹൗസ്. ഞാൻ ആ ഹൗസിലായിരുന്നു. എന്റെ അവിടെ നിന്ന് ഇനി ഞങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോടതിയുടെ ഒരു ഓർഡർ ഞങ്ങൾ കാണിച്ചു തരണം. ഇത് മത പോലീസ് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് പോലീസുകാർ 100-150ഓളം പോലീസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. കൃത്യമായിട്ട് നമ്പർ അറിയില്ല. ഇവര് മുറിയിൽ വന്ന് ഞങ്ങളെ ഒരു ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോർട്ട് ഓർഡർ അല്ലെങ്കിൽ വാറണ്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പ്ലീസ് പ്രൊഡ്യൂസ് ഇറ്റ്. ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത് ഞങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുന്നവരെ കാണിക്കും. പറഞ്ഞ് ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ കാണിക്കാന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇവിടെ പിടിച്ചു കൊണ്ടത്. അനീഷ് ജോയ് പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പിടിച്ചപ്പോഴത്തേക്ക് ഇടുന്നത്. അപ്പൊ അനീഷ് ജോയ് ആവർത്തിച്ച് പറയുന്നത് കാരണം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. CTN ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകൾ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടത് സംഭവിച്ചാണെന്നല്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് കാരണം ബോധ്യപ്പെടുത്താൻ പോലീസുകാരുടെ പ്രത്യേകിച്ച് രേഖകളോ ചോദിച്ചിട്ട് ഒന്നുമില്ല. നിങ്ങൾ പോലീസുകാരോട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? ഇവിടെ വലിച്ചഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്ക് എന്ന് പറയുന്നത് എവിടെ ന്യായമുള്ളത്? ഇതാണോ? ഇത് ജയിലാണോ? പോലീസ് സ്റ്റേഷനാണോ ഇത്? സർക്കാർ എറണാകുളം അങ്കമാലിക്ക് എതിരാണെന്നും ആണെങ്കിൽ ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ പറയട്ടെ സർക്കാർ എതിരാണെന്ന്. അൽമായ മുന്നേറ്റം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. നിർബന്ധമായി അൽമായ മുന്നേറ്റം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. സർക്കാർ എന്തിനാണ് ഞങ്ങൾക്കെതിരാവുന്നത്? ഇത് സഭയുടെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം ഉണ്ട്. കുറച്ച് ക്രിമിനൽ കൂരിയുണ്ട്. അവരെ പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ക്രിമിനൽസിനെ അകത്തിരുത്തണമെന്ന് സർക്കാരിന് എന്താണ് നിർബന്ധം? ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. ക്രൈംബ്രാഞ്ചിന്റെ കമ്മീഷണറാണ് വന്നേക്കുന്നത്. അദ്ദേഹമാണ് അകത്തേക്ക് പോയത്. സർക്കാരിന്റെ തീരുമാനമാണെന്ന് ACP നേരിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഡിക്ലെയർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സർക്കാർ വ്യക്തമാക്കണം. പിണറായി സർക്കാർ വ്യക്തമാക്കണം. ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൌസിനെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമാണോ എന്ന് വ്യക്തമാക്കണം. സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ പോലീസിനെതിരെയാണ് അവിടെ ഒരു വിഭാഗം സംഘടിക്കുന്നത്. വൈദികരുണ്ട്, വിശ്വാസികളുണ്ട്, വിമത വിഭാഗമാണ് അതിന് പിന്നിൽ എന്ന് കരുതാം. എന്താണ് പോലീസിന് ഈ ആരോപണത്തോടുള്ള മറുപടി? 150 പേര് സംഘടിച്ചെത്തി നീക്കം നടത്തി എന്ന ആക്ഷേപത്തിന് പോലീസ് നൽകുന്ന മറുപടി എന്താണ്?
സജിത്ത്, ഇതിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇതിൽ സമരം ചെയ്യുന്നവർ ബിഷപ്പ് ഹൗസിന് അകത്തായിരുന്നു. ഏതാണ്ട് 21-ലധികം വൈദികർ അവിടെ ഉണ്ടായിരുന്നു. ഈ വൈദികരിൽ ഇവിടെ ചില സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ഈ പല കാര്യങ്ങൾ, കുർബാന ഏകീകരണം തൊട്ടുള്ള വിഷയങ്ങൾ, അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ നടപ്പാക്കാത്ത അവർക്കെതിരെ ഒരു നടപടി എന്ന രീതിയിലേക്ക് സഭാ നേതൃത്വം 4 വൈദികർക്കെതിരെ അടക്കം നടപടികൾ ഉണ്ടായിരുന്നു. അവരും ഈ സമരം ചെയ്യുന്നവരുണ്ടായിരുന്നു, അവർ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രവുമല്ല, ഈ സിറോ മലബാർ സഭയുടെ സിനഡ് തുടരുകയാണ്. ഇന്ന് ആ സിനഡ് സമാപിക്കുകയും ചെയ്യും. ശീതകാല സിനഡ് തുടരുകയായിരുന്നു. സിനഡ് സമാപിക്കുകയും എല്ലാം തന്നെ ചെയ്യും. ഈ സിനഡ് സമാപിക്കുമ്പോൾ ഇന്ന് സ്വാഭാവികമായും ബോസ്കോ പുത്തൂർ എന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇവിടേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് വരാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം, പരാതി പ്രകാരമാണ് ഈ ഒരു നടപടി ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അവരാണ് ഇപ്പോൾ അതിനെ തുടർന്നാണ് ഇവർ നീക്കം ചെയ്തതെന്ന വിശദീകരണം വന്നിട്ടുണ്ട്. എന്നാൽ ആ നടപടിയിൽ വൈദികർക്കടക്കം വലിയ രീതിയിൽ പരിക്കേറ്റതായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. കൈക്കും കാലിനുമെല്ലാം അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സമരം ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ആ സമരത്തിൽ നിന്ന് യാതൊരു കാരണവശാലും പിൻവാങ്ങില്ല എന്ന രീതിയിൽ തന്നെയാണ് പുറത്ത് നിലയുറപ്പിച്ചിട്ടുള്ള. ദേവാലയത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകൾക്ക് യാതൊരു രീതിയിലും തങ്ങൾ അതിനെ എതിര് നിൽക്കില്ലെന്നും, പക്ഷേ എന്നാൽ വലിയ രീതിയിലേക്ക് സമരത്തിലേക്ക് തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നുമാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമരം മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്കൊപ്പം ആത്മായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞിക്കാരൻ കൂടി ചേരുന്നു. സമരം തുടരുക തന്നെ ചെയ്യും, അതിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണോ? അല്ല, ഞങ്ങൾ സഭയിൽ ഈ പ്രശ്നത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ വൈദികർ അവരുടെ പെർമനന്റ് അഡ്രസ്സായ അവരുടെ ബിഷപ്പ് ഹൗസിൽ സമാധാനമായി പ്രാർത്ഥനാ യജ്ഞത്തിലായിരുന്നു. അവരെ രാത്രിയിൽ 4 മണിക്കാണ് ഈ 170ഓളം പോലീസുകാർ അക്രമികളെ പിടികൂടുന്ന പോലെ വലിച്ച വെച്ച് കൊണ്ടുവന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെങ്കിൽ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളട്ടെ, അതിന് ഞങ്ങളുടെ ഐഡിയ ആണ്. അല്ലാതെ അവരെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്ത് വലിച്ചിറക്കി അവരെല്ലാവരും കാഷ്വാലിറ്റിയിലാണ്, കൈയൊടിഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ വിശ്വാസമൊന്നും പിരിഞ്ഞു പോകില്ല. ഒന്നുമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് പിൻവലിക്കണം, അതല്ല എങ്കിൽ പോലീസ് അവരെ തിരിച്ച് ബിഷപ്പ് ഹൗസിൽ വീണ്ടും തിരിച്ച് എത്തിക്കണം. അതാണ് ഞങ്ങളുടെ നിലപാട്. കർദിനാൾ ഇപ്പോ കളക്ടർ ചർച്ചയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കളക്ടറോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ വിഷയത്തിൽ ഈ രണ്ടിലൊന്നും തീരുമാനമായാതെ ചർച്ചയ്ക്ക് പോലും ഞങ്ങളില്ല. ഈ രീതിയിലാണ് നിലപാട്. ഈ രീതിയിലാണ് സ്ത്രീകൾ അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശ്വാസി സമൂഹം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയും കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഇതുവഴിയുള്ള ഗതാഗതം തടയുന്ന രീതിയിലേക്കെല്ലാം വന്നിരുന്നു. പോലീസ് അത് ഇടപെട്ടുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും സമരം രംഗത്തേക്ക് തന്നെ കടക്കുകയാണ്. സഭയുടെ സ്ഥാനിക ദേവാലയം എന്നറിയപ്പെടുന്ന എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. കൂടുതൽ വിശ്വാസികൾ ഈ നിലപാടിനെ അംഗീകരിക്കുന്ന കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നു. സഭയുടെ സിനഡ് ഇന്ന് സമാപിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഈ വിഷയങ്ങളിൽ ആ സിനഡിൽ ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. ഡാനി, ഒരു കാര്യം കൂടി, ഈ പോലീസിന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ നടപടി വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ ഡാനിയിലേക്ക് വരാം. അതിനു മുമ്പ് അവിടെ ACP എത്തി മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ പോലീസിനെതിരായ ആക്ഷേപം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മറുപടി കൂടി ഒന്ന് കേൾക്കാം. അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ചു നോക്കാന്നുള്ള രീതിയിലാണ്. അത് അവർ സമ്മതമാണല്ലോ, അതിനാണ് ഞാൻ വന്നത്. അവർ സംസാരിക്കാൻ സമയമുണ്ട്. ഇതൊക്കെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അവർക്ക് ഇത് ഒരു വാർത്തയാക്കണം, അത്രേ ഉള്ളൂ. സോറി, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവരോട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. ഇതാണ് ACPയുടെ പ്രതികരണം. ഡാനി, നേരത്തെ അവിടെ നിന്നും മാധ്യമങ്ങളോട് സംസാരിച്ച വിശ്വാസികൾ ഒരാൾ വളരെ വൈകാരികമായി മറ്റൊരു മതവിശ്വാസി ഞങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു കയറുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ലക്ഷ്യമിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ആ തരത്തിലൊരു വൈകാരിക പ്രകടനത്തിലേക്കും നീക്കങ്ങളിലേക്കും സാഹചര്യം മാറിയത് എങ്ങനെയാണ്? ഇതിൽ പോലീസിന്റെ ഇടപെടൽ എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ?
സജിത്ത്, ഇത് തുടക്കത്തിൽ ആ പോലീസ് ഇവിടെ ബിഷപ്പ് ഹൗസിന് അകത്ത് കടന്നുകൊണ്ട് ഇവരെ സമരം ചെയ്യുന്നവരെ നീക്കം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു, ഏതാണ്ട് 4:30-ക്ക് ശേഷമായിരുന്നു അത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. അപ്പോൾ വൈദികരിൽ സമരം ചെയ്യുന്നവർ, ഏതാണ്ട് 80 വയസ്സ് പ്രായം ചെന്ന വൈദികർ വരെ അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ പോലീസ് കടന്നു ചെന്നുകൊണ്ട് അവരെ ബലമായി പിടിച്ചിറക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. ചില CCTV ദൃശ്യങ്ങളും ആ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ടു പോകുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സമരം ചെയ്യുന്നവർക്കെതിരെ ഈ രീതിയിൽ വേണമായിരുന്നു അവരെ നീക്കം ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബിഷപ്പ് ഹൗസിനകത്തേക്ക് കടന്ന് ബിഷപ്പ് ഹൗസിന്റെ അതിന്റെ ഒരു അധികാരി എന്ന് പറയുന്നത് ബോസ്കോ പുത്തൂർ തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. എങ്കിലും ആ പരാതി കൈകാര്യം ചെയ്യേണ്ടത് ഈ രീതിയിലായിരുന്നോ എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് ഇത്രയും പ്രായം ചെന്ന പ്രായാധിക്യമുള്ള വൈദികരെ അടക്കം ഇങ്ങനെ എടുത്തുകൊണ്ടുവന്ന് പുറത്തിരുത്തുക എന്ന രീതിയിലേക്ക് പോകുന്നു. അവരോട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്ന് പറയുന്നു. ബിഷപ്പ് ഹൗസിന് പുറത്തെത്തിയ ശേഷം അവരോട് പറയുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ അറസ്റ്റ് ചെയ്തതാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണം, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ അതിനെ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടുമില്ല. അപ്പോൾ തുടക്കത്തിൽ ഇത് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്, പൊതുവിൽ വിമർശനം ഉയരുന്നത്. അങ്ങനെ നേരത്തെ സജി സൂചിപ്പിച്ചതുപോലെ ചില വൈകാരികമായ പ്രതികരണങ്ങളും ആ രീതിയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും രോഷം നിലനിൽക്കുന്നത്. ഈ വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണം, കുറെ കൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ സമീപിക്കേണ്ടതല്ലേ എന്ന ചോദ്യം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പോലീസിന്റെ ഓരോ ഇടപെടലിനും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ACPക്കെതിരെ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കെതിരെ അദ്ദേഹം നേരത്തെ സംഭാഷണത്തിൽ വരുമ്പോഴും വലിയ ഒച്ചപ്പാടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജില്ലാ ഭരണകൂടം അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമെന്നൊരു സൂചനയുണ്ട്. കാരണം ഇത് ദേവാലയത്തിനകത്തെ ചടങ്ങുകളടക്കം നാളെയും എല്ലാം തന്നെ നടത്തേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു പ്രതിഷേധം കനക്കുകയാണെങ്കിൽ അത് മറ്റു സ്ഥലങ്ങളിലേക്കും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശിഷ്യ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഏതാണ്ട് മാസങ്ങളോളം ഇവിടെ ബസിലിക്ക അടച്ചിട്ട സംഭവം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്നും സമാനമായ രീതിയിലുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് പ്രക്ഷോഭം നീണ്ടു പോകാതിരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇടപെടൽ ഇത്തിരി നേരത്തെയാക്കുന്നത്. എന്തായാലും അത്തരമൊരു ഇടപെടൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ACPക്കെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും കൊച്ചിയിൽ സംഘർഷം തുടരുകയാണ്. അവിടെ വിശ്വാസികൾ സംഘടിച്ചു നിൽക്കുന്നു. പോലീസുമായുള്ള ഏറ്റുമുട്ടലാണ്. പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ വിശ്വാസികൾ ഉന്നയിക്കുന്നു.